മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ. തിരുവിതാംകൂറിലെ ചിറയൻകീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിൻ്റെയും അസുമ ബീവിയുടെയും മകനായി 1929 ഡിസംബർ 16 ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ, ശ്രീ ചിത്തിരവിലാസം സ്കൂൾ, SD കോളേജ് ആലപ്പുഴ, സെയിൻറ്റ് ബെർക്കുമാൻസ് കോളേജ് ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാതാവ് നഷ്ടപ്പെട്ട നസീർ സാറിന് 8ാം വയസ്സിൽ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. ഡോക്ടർമാർ മരണമാണ് വിധിയെഴുതിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ധാരാളം വൈദ്യന്മാരെ കാണിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല. ഒടുവിൽ വർക്കലയിൽ ശ്രീനാരായണ ശിഷ്യനായ ഒരു വൈദ്യൻ ഉണ്ടെന്നറിഞ്ഞു. ഒരു ഒറ്റമൂലിക്കാരൻ സ്വാമിജി. നേരെ വർക്കലയിൽ ചെന്ന് വിവരം പറഞ്ഞു. ഉടൻ മരുന്നും പറഞ്ഞു. 1000 തുടം മുലപ്പാൽ വേണം മരുന്ന് വാറ്റിയെടുക്കാൻ. നിരാശനായി മടങ്ങിയ ആ പിതാവിനെ ചിറയൻകീഴിലെ അമ്മമാർ കൈവിട്ടില്ല. അവർക്കെല്ലാം അത്ര പ്രിയപ്പെട്ടവനായിരുന്നു ആ ബാലൻ. അവർ സംഘടിച്ചു, ജാതിമത ഭേദമില്ലാതെ. പിന്നീട് പ്രേം നസീറിൻ്റെ തറവാട്ടിലേക്ക് സ്ത്രീകളുടെ ഒരു ഒഴുക്കായിരുന്നു. അങ്ങനെ 100 കണക്കിന് അമ്മമാരുടെ മുലപ്പാൽ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇതേക്കുറിച്ച് നസീർ സാർ തന്നെ പലതവണ എഴുതിയിട്ടുണ്ട്. രോഗം ഭേദമായപ്പോൾ ആ വൈദ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഈ നാട്ടിലെ എല്ലാ അമ്മമാരുടെയും മകനാണ്. സഹജീവി സ്നേഹത്തിലൂടെ ഒരുപാട് അമ്മമാരെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന നസീർ സാറിന് സ്വന്തം ഉമ്മയുടെ സ്നേഹലാളന തൊട്ടറിയാൻ കഴിയാതെ പോയത് ദുഃഖകരമായ ഒരു സത്യമാണ്. 1952 മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത്. എക്സൽ കമ്പനിക്ക് വേണ്ടിയായിരുന്നു ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ, മേരിലാൻഡ് സ്റ്റുഡിയോകൾ ആയിരുന്നു. മലയാളികളുടെ മനസ്സിലെ പുരുഷസങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു പ്രേം നസീറിൻ്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമായ വിശപ്പിൻ്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചാക്കോയും KV കോശിയും തിക്കുറിച്ചിയെ സമീപിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് നസീർ എന്ന് നാമകരണം ചെയ്തത്. പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പൊന്നാപുരം കോട്ട എന്ന സിനിമയിലൂടെ നസീർ എന്ന പേര് സംവിധായകൻ കുഞ്ചാക്കോ ആണ് പ്രേം നസീർ എന്നാക്കി മാറ്റിയത്. പിന്നീട് സംവിധായകനായി മാറിയ J. ശശികുമാറിൻ്റെയും നടന്മാരായ ബഹദൂറിൻ്റെയും ഉമ്മറിൻ്റെയും പേരുകളും തിക്കുറിശി മാറ്റുകയുണ്ടായി. എന്നാൽ ഉമ്മറിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹജാൻ എന്ന നാമം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത്. 672 മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീർ 56 തമിഴ് ചിത്രങ്ങളിലും 21 തെലുങ്ക് ചിത്രങ്ങളിലും 32 കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷീലയുമൊത്ത് 130 ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. 1978 41 1979 39 നായകവേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. 781 ചിത്രങ്ങളിൽ 91 വിവിധ നായികമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു. ഏറ്റവുമധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനാണ്. 1980 പുറത്തിറങ്ങിയ തൻ്റെ 500ാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു. ആ സമയത്ത് 2 പേർ ഒരുപോലെ മികച്ച നടൻ്റെ പട്ടികയിൽ വന്നപ്പോഴാണ് പ്രേം നസീറിന് പ്രഥമ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി പ്രേം നസീർ പുരസ്കാരം 1992 സ്ഥാപിച്ചു. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. സർവകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് 1981 ലഭിച്ചു. പ്രേം നസീറും യേശുദാസും ഒരു ഉത്തമ നടൻ ഗായക ജോഡിയായിരുന്നു. ഇവർ ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു. 1990 പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിൻ്റെ ഒടുവിലത്തെ ചിത്രം. അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസും മലയാള സിനിമാ നടനാണ്. ഷാനവാസ് ഉൾപ്പെടെ 4 മക്കളാണ് ഉള്ളത്. നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നവാസ് സഹോദരനാണ്. 1989 ജനുവരി 16 62ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് 3 വിഭാഗങ്ങളിലായി നേടിയിട്ടുണ്ട്. 1983 ചലച്ചിത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കായി പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു.
2013 ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇന്ത്യൻ സിനിമാ മേഖലയിലെ 50 പേരുടെ സ്റ്റാമ്പുകളിൽ പ്രേം നസീറിൻ്റെ സ്റ്റാമ്പും ഉണ്ടായിരുന്നു. ഇതിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് നസീറിൻ്റെ ചിത്രം മാത്രമാണ് ഇടം നേടിയത്. പല താരങ്ങളും അവരുടെ അഭിനയ മികവ് കൊണ്ടാണ് ആരാധകരെ ആകർഷിക്കുന്നത്. എന്നാൽ നസീർ സാർ തൻ്റെ വലിയ മനസ്സുകൊണ്ടാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. TK പരീക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ചന്ദ്രതാര പ്രൊഡക്ഷൻസിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലം ഓർത്തെടുക്കുകയാണ് നിർമ്മാതാവും സംവിധായകനുമായ RS പ്രഭു. ബാനറിൽ നിർമ്മിച്ച ചില സിനിമകൾ പരാജയപ്പെട്ടു. അങ്ങനെ നസീറിൻ്റെ സഹോദരൻ പ്രേം നവാസിനെ നായകനാക്കി പരീക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നാടോടികൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ പ്രേം നവാസിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ അഭിനയിക്കാനായില്ല. റിലീസ് തീയതി നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ വിതരണക്കാർ അസ്വസ്ഥരായി. ഈ ദിവസങ്ങളിൽ സങ്കല്പിക്കാനാകാത്ത ഒരു പരിഹാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, പ്രഭു പറയുന്നു. പ്രേം നവാസിൻ്റെ ബോഡി ഡബിളായി അഭിനയിക്കുമോ എന്ന് ഞാൻ പ്രേം നസീറിനോട് ചോദിച്ചു. അന്ന് ചന്ദ്രതാരയുടെ സിനിമകളിൽ സത്യൻ നായക വേഷത്തിൽ എത്തിയിരുന്നു. നസീർ ഒരിക്കലും അതിൻ്റെ പ്രോജക്റ്റുകളിൽ അഭിനയിച്ചിരുന്നില്ല. നസീറിനോട് എൻ്റെ അഭ്യർത്ഥന വളരെ എളുപ്പത്തിൽ നിരസിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ മാന്യനായ നസീർ ഇതിനകം 4 ഷെഡ്യൂളുകൾ ചെയ്യുന്നുണ്ടെന്നും കുറച്ച് സമയമേ ഉള്ളൂ എന്നും മറുപടി നൽകി, പ്രഭു പറയുന്നു. നസീറിന് രാത്രി സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാമെന്ന് പ്രഭു നിർദ്ദേശിച്ചു. നസീർ സമ്മതം മൂളി. 4 രാത്രികളിൽ 2 മണിക്കൂർ വീതം ജോലി ചെയ്ത് സിനിമ പൂർത്തിയാക്കി. രാജമല്ലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയിലെ നായകൻ പ്രേം നസീർ ആണ്. രാജമല്ലിപ്പൂവിനേക്കാൾ ഭംഗിയുള്ള മനസ്സായിരുന്നു പ്രേം നസീറിന്, പ്രഭു പറയുന്നു. 1980കളിലാണ് നസീർ ചെന്നൈയുടെ ഹൃദയഭാഗത്തുള്ള വള്ളുവർ കോട്ടത്ത് ബ്ലൂ സ്റ്റാർ കെട്ടിടം വാങ്ങിയത്. അക്കാലത്തെ പ്രധാന സ്വത്തുകളിൽ ഒന്നായിരുന്നു ഇത്. 65 ലക്ഷം രൂപ വില നിശ്ചയിച്ച് പ്രേം നസീർ 25 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി. കരാർ പ്രകാരം 6 മാസത്തിന് ശേഷം രജിസ്ട്രേഷൻ നടക്കുമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ആലപ്പി അഷ്റഫ് ഓർക്കുന്നു. എന്നാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ബ്ലൂ സ്റ്റാർ കെട്ടിടത്തിൻ്റെയും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും വിപണി വില ഏകദേശം ഇരട്ടിയായി. കെട്ടിടമുടമ മനസ്സുമാറ്റി. കേസ് കോടതിയിലെത്തി. ഹൈക്കോടതി പ്രേം നസീറിന് അനുകൂലമായി വിധിച്ചു. എന്നാൽ അപ്പോഴേക്കും ഉടമയ്ക്ക് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആശുപത്രിയിലെത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഉടമയെ നസീർ കണ്ടു. ഉടമയുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നസീർ സാർ എന്നെ രക്ഷിക്കൂ, എനിക്ക് 3 പെൺമക്കളുണ്ട്. നസീർ ആ മനുഷ്യൻ്റെ വീട്ടുകാരോട് എന്തോ പറഞ്ഞ് ആശുപത്രി വിട്ടു, ആലപ്പി അഷ്റഫ് പറഞ്ഞു. പിന്നീട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ നസീറിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, പാവം, ഞാൻ ആ കെട്ടിടം അവന് തിരിച്ചു കൊടുത്തു. അതായിരുന്നു നസീർ. നടി വഞ്ചിയൂർ രാധ പ്രേം നസീറിൻ്റെ കുടുംബ സുഹൃത്തായിരുന്നു. വഞ്ചിയൂർ രാധയുടെ വാക്കുകൾ: ഒരു ദിവസം നസീറിൻ്റെ വീട്ടിൽ മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനെ കണ്ടു. നസീറും എഴുത്തുകാരനും എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നസീർ മമ്മി എന്ന് വിളിച്ചു. ഇങ്ങനെയായിരുന്നു താരം ഭാര്യയെ അഭിസംബോധന ചെയ്തിരുന്നത്. ഭാര്യ അലമാരയിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ടുവന്നു. ആ പാക്കറ്റ് നസീർ എഴുത്തുകാരന് കൊടുത്തു. തൻ്റെ മകളുടെ വിവാഹത്തിന് നസീർ സാറിനെ ക്ഷണിക്കാനാണ് ആ എഴുത്തുകാരൻ വന്നത്. എന്നാൽ നസീർ സാർ തനിക്കൊരു സിനിമയ്ക്ക് അഡ്വാൻസായി ലഭിച്ച മുഴുവൻ തുകയും അദ്ദേഹത്തിന് കൊടുത്തു. 2 കാര്യങ്ങൾ നസീർ സാർ എപ്പോഴും പറയുമായിരുന്നുവെന്ന് രാധ ഓർക്കുന്നു. ഒന്നാമതായി, ഭക്ഷണ സമയത്ത് വീട്ടിലെത്തുന്ന ആർക്കും ഭക്ഷണം നൽകണം. രണ്ടാമതായി, തൻ്റെ സഹായം തേടിയെത്തുന്ന ആരെയും ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അവസാന നാളുകളിൽ അദ്ദേഹത്തിന് അൾസർ പിടിപെട്ടു. അതിൻ്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കഴിയുമ്പോൾ 5ാം പനിയും ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ലണ്ടനിൽ നിന്ന് വരെ മരുന്നുകൾ കൊണ്ടുവന്നു. പക്ഷേ ഒന്നിനും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. 1989 ജനുവരി 16 അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മൺമറഞ്ഞ് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശോഭ ഒട്ടും മങ്ങാതെ തിളങ്ങി നിൽക്കുകയാണ് മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ.